നമസ്കാരം. പലതരം തട്ടിപ്പുകൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ജോലി ചെയ്ത സ്ഥാപനത്തിൽ നിന്ന് 20 കോടിയോളം രൂപ തട്ടിയെടുത്ത യുവതി. കേൾക്കുമ്പോൾ സത്യമാണോ എന്ന് സംശയിക്കും, പക്ഷേ സത്യമാണ്. ആള് ചില്ലറക്കാരിയല്ല എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. പേര് ധന്യ മോഹൻ. കൊല്ലം സ്വദേശിനിയാണ്. വലപ്പാടുള്ള മണപ്പുറം ഫിനാൻസ് ആണ് തട്ടിപ്പിനിരയായത്. തൃശൂർ വലപ്പാട് മണപ്പുറം കോംടാക് ആൻഡ് കൺസൾട്ടന്റ് ലിമിറ്റഡിലെ അസിസ്റ്റന്റ് ജനറൽ മാനേജറായ കൊല്ലം തിരുമുല്ലവാരം നെല്ലിമുക്ക് സ്വദേശിനി ധന്യമോഹനാണ് വൻ തട്ടിപ്പ് നടത്തി കടന്നുകളഞ്ഞത്. കമ്പനി നൽകിയ പരാതിയിൽ ഇവർക്കെതിരെ വലപ്പാട് പോലീസ് കേസെടുത്ത് ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ഇവർ രാജ്യം വിടാതിരിക്കാനുള്ള നടപടിയാണ് പോലീസ് കൈക്കൊള്ളുന്നത്. സിഐയുടെ നേതൃത്വത്തിലുള്ള 7-അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. കഴിഞ്ഞ 18 വർഷത്തോളമായി സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ് ഇവർ. വലപ്പാട് മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡിൽ അസിസ്റ്റന്റ് ജനറൽ മാനേജറായി ജോലി ചെയ്തു വരികയായിരുന്നു ധന്യമോഹൻ. പിടിയിലാകുമെന്ന് തോന്നിയപ്പോൾ അവർ കടന്നുകളഞ്ഞു. 2019 മുതൽ വ്യാജ ലോണുകൾ ഉണ്ടാക്കി കമ്പനിയുടെ ഡിജിറ്റൽ പേഴ്സണൽ ലോൺ അക്കൗണ്ടിൽ നിന്നും പണം തട്ടിയെന്നാണ് പരാതിയിലുള്ളത്. ഇത്തരത്തിൽ 19.94 കോടി രൂപ തട്ടിയെടുത്തു എന്നാണ് പോലീസ് പറയുന്നത്. വ്യാജ വായ്പകൾ സ്വന്തം നിലയ്ക്ക് പാസാക്കിയെടുത്ത് പല അക്കൗണ്ടുകളിലേക്കും മാറ്റിയാണ് തട്ടിപ്പ് നടത്തിയത്. പ്രധാനമായും ഇവരുടെ അച്ഛന്റെയും സഹോദരന്റെയും വിവിധ അക്കൗണ്ടുകളിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്താണ് തട്ടിപ്പ് നടപ്പിലാക്കിയത്. ഈ പണം ഉപയോഗിച്ച് ഇവർ കുടുംബാംഗങ്ങളുടെയും ബിനാമികളുടെയും പേരിൽ പലതരത്തിലുള്ള സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ഇക്കൂട്ടത്തിൽ ആഡംബര വസ്തുക്കളുണ്ട്, സ്ഥലമുണ്ട്, വീടുണ്ട് എന്നാണ് പോലീസ് കരുതുന്നത്. പിടിയിലാകുമെന്ന് മനസ്സിലായതോടുകൂടി വലിയ രീതിയിലുള്ള അഭിനയം ഇവർ കാഴ്ചവെച്ചു. ശാരീരിക ബുദ്ധിമുട്ടുകൾ അഭിനയിച്ച് ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോകുകയായിരുന്നു ഇവർ. മറ്റാരുടെയോ സഹായത്തോടു കൂടിയാണ് ഇവർ രക്ഷപ്പെട്ടത് എന്ന് കമ്പനി പറയുന്നുണ്ട്. 18 വർഷത്തോളമായി തിരുപഴഞ്ചേരി ക്ഷേത്രത്തിനടുത്തുള്ള വീട്ടിലാണ് ഇവർ താമസിച്ചിരുന്നത്. ഒളിവിൽ പോകുന്നതിന് മുൻപും ഇവിടെ തന്നെയായിരുന്നു യുവതി താമസിച്ചിരുന്നത്. 20 കോടി രൂപ തട്ടിയെടുത്തത് കഴിഞ്ഞ 5 വർഷം കൊണ്ടാണ് എന്ന് തൃശൂർ റൂറൽ SP സ്ഥിരീകരിക്കുകയാണ്. കൊല്ലം നെല്ലിമുക്ക് സ്വദേശിനി ധന്യമോഹനെ പോലീസ് തിരയുന്നതിന്റെ ഭാഗമായി ലുക്കൌട്ട് നോട്ടീസ് അടക്കം ഇറക്കിക്കഴിഞ്ഞു. വിദേശത്തേക്ക് കടക്കാതിരിക്കാനുള്ള ജാഗ്രത തന്നെയാണ് പുലർത്തുന്നത്. അന്വേഷണത്തിന് പ്രത്യേക സംഘമെന്ന് SP നവനീത് ശർമ്മ പറയുന്നുണ്ട്.